ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിറകടുപ്പിൽ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമ്മൾ എന്തിനാണ് ചിക്കൻ കറി വെക്കാൻ തേങ്ങ പൊതിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാടൻ കോഴിയൊക്കെ നമ്മൾ കറിയാക്കുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തോട് ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് വന്നു കഴിയുമ്പോൾ ചിക്കൻ കറി സൂപ്പറായിരിക്കും. നമുക്ക് ആ ചിക്കൻ കറിയിൽ ആ തേങ്ങ കിടക്കുമ്പോഴത്തേക്ക് ചിക്കൻ പീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ തേങ്ങാക്കൊത്ത് മതി എന്നുള്ള അവസ്ഥയാവും. എനിക്കങ്ങനെയാണ് കേട്ടോ. ചിക്കൻ പീസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ തേങ്ങാക്കൊത്ത് അതിൽ കിടന്ന് വെന്ത് ആ ഒരു ഫ്ലേവറെല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോഴുള്ള ആ തേങ്ങാക്കൊത്ത് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. ഞാൻ ആ തേങ്ങാക്കൊത്ത് മാത്രം കൂട്ടിയും ചോറുണ്ണും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ചിക്കൻ കറി ചിക്കൻ പീസിനേക്കാളും കൂടുതൽ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ഉണക്ക തേങ്ങയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മമ്മി ഇതുപോലെ പൊട്ടിച്ചൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾക്ക് കുറച്ച് തേങ്ങ വീട്ടിൽ കുറവായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ തേങ്ങ മേടിക്കുന്നത്. അതുകൊണ്ട് പച്ച തേങ്ങ അധികം കിട്ടാറില്ല, കൂടുതലും ഉണക്കൽ തേങ്ങയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പച്ച തേങ്ങയ്ക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കിട്ടുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാൻ പഠിക്കണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ എന്തിനാണ് ആ സ്പൈസസിൻ്റെ കൂടെ പൊടികളോടിട്ട് പൊടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ പൊടികളും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ. നാടൻ കോഴിക്കറി ആയതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയോ കുരുമുളകോ ചേർക്കാൻ മറക്കരുതേ. അടുപ്പിലൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു കട്ടിയുള്ള ഉരുളി വേണം കേട്ടോ നമ്മൾ വെക്കാൻ. ഈ ഉരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർത്തെടുത്ത് പോലും പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഒരുപാട് തലമുറകൾ പഴക്കം ചെന്ന ഒരു ഉരുളിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. എനിക്ക് നമ്മുടെ വല്യപ്പൻ്റെ അങ്ങനത്തെ കാലത്തുള്ള ഒരു ഉരുളിയാണ് കേട്ടോ. ഓർത്തെടുക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്കും പഴയ ഒരു ഉരുളിയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞുള്ള അറിവാണ്. എന്നിരുന്നാലും നമ്മൾ ഈ പഴയ ഫോട്ടോസിലും ഒക്കെ കാണുമല്ലോ ഈ ഉരുളിയുടെ പടമൊക്കെ. അപ്പം നമ്മളിതുപോലെ ചുവട് നല്ല കട്ടിയുള്ള ഒരു ഉരുളി വേണം വെക്കാൻ. ഈ തീയെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ വങ്ങിപ്പോവുക അല്ലെ കരിഞ്ഞു പോവുക എന്നൊക്കെ പറയും. അങ്ങനെ പോകാതിരിക്കാനും ഇതിലെ ചൂട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിലും നല്ല കട്ടിയുള്ള ഒരു ഉരുളി വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. ആദ്യമേ നമ്മളുടെ തേങ്ങാക്കൊത്ത് വറക്കുക കേട്ടോ. വറുത്ത് വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ തേങ്ങാക്കൊത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പിടിച്ച് തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റിയായി മാറും. അതിലേക്ക് തന്നെ ഇട്ടാലും മതി കേട്ടോ. ഞാനിതിപ്പം എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മളുടെ തേങ്ങാക്കൊത്ത് അപ്പോൾ ഒരുപാട് ബ്രൗൺ ആക്കാതെ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ അങ്ങനത്തെ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ സവോളയുള്ളിയോ ചെറിയ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ചേർക്കുക, വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അതിലും കുറച്ച് ചേർത്തോ, കുറേശ്ശെ മഞ്ഞൾപ്പൊടി. ചിക്കൻ കറിക്ക് ഒരു കളറ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ലൈറ്റിൻ്റെ പ്രശ്നമാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടുക മിക്സിയുടെ ജാറിൽ. ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് ചേർക്കുക. എല്ലാം കൂടി ഈ പച്ചമണം മാറുന്നിടം വരെ ഈ എണ്ണയിലിട്ട് നല്ല പോലെ വഴറ്റുക. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും നമ്മൾ ചേർക്കണം കേട്ടോ. ഉള്ളി വഴറ്റിയതിന് ശേഷം അതുകൂടെ അങ്ങ് ചേർക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, ക്ഷമിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.